ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. 33 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇത് ഇലക്ഷന് വേണ്ടി അവർ മുൻകൂട്ടി ഒരു കാര്യം ഇട്ടതാണ്. എൻ്റെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അതിജീവനത്തിനായിട്ടുള്ള ഞങ്ങളുടെ മുറവിളിയാണ്. ഞങ്ങളെല്ലാവരും LDF പാർട്ടിക്കാരാണ്. മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞെന്താ, ഞങ്ങളെ വീണ്ടും രണ്ടാമതും ഭരണത്തിൽ കയറ്റിയാൽ നിങ്ങൾക്ക് അതിനുള്ള മാന്യമായ രീതിയിലുള്ള ശമ്പളം തരാം. കുറച്ചുകൂടിയൊക്കെ ഞങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ഞങ്ങൾക്ക് എന്ന് കിട്ടുന്നു അന്ന് വരെ ഞങ്ങൾ ഈ സമരം തുടരാൻ തന്നെയുള്ള തീരുമാനത്തിലാണ്. ഓണറേറിയം വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി ആശമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ആശമാരുടെ സമരം ഇതുവരെ കണ്ടില്ല എന്ന് നടിച്ച സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ആശമാർക്ക് 1000 രൂപ ഓണറേറിയം വർധനവ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഒരു ദിവസം വെറും 30 രൂപയുടെ വർധനവ് മാത്രമാണ് ഇതിലൂടെ ആശമാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശമാർ ഈ സമരം തുടരാനുള്ള തീരുമാനത്തിലാണ്. 8 മാസം കൊണ്ട് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ കിട്ടിയ പൈസ ഞങ്ങൾ തൃപ്തികരമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഫെബ്രുവരി ഞങ്ങൾ ഓണറേറിയം പിടിച്ചിട്ടിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ കഴിഞ്ഞ മാസം സാലറി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം, ഞങ്ങളുടെ ബാക്കിയുള്ള കുട്ടികളുടെ പഠിത്തം, ഇതെല്ലാം കൊണ്ട് ഈ 100 ഈ 33 രൂപ കൂട്ടിയെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും തൃപ്തരല്ല. അപ്പോൾ അതിനുള്ള ഇത് ഞങ്ങൾ വലുതായ വിജയമായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. എല്ലാവർക്കും കൂട്ടിയതുപോലെ നമുക്കൊന്ന് കൂട്ടി, അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ സമരത്തിൻ്റെ എല്ലാ പിന്തുണയും ജനപിന്തുണ ഞങ്ങൾക്കുണ്ട്. ഇല്ലാതെ ഞങ്ങളെല്ലാവരും LDF പാർട്ടിക്കാരാണ്. ഞങ്ങളിൽ പാർട്ടി, മതം, ജാതി ഒന്നും ഞങ്ങളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ കാണിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞെന്താ, ഞങ്ങളെ വീണ്ടും രണ്ടാമതും ഭരണത്തിൽ കയറ്റിയാൽ നിങ്ങൾക്ക് അതിനുള്ള മാന്യമായ രീതിയിലുള്ള ശമ്പളം തരാം എന്ന് പറഞ്ഞ് എല്ലാ വാഗ്ദാനങ്ങളും തന്നിട്ടാണ് ഞങ്ങളെ ജോലിക്ക് വിട്ടത്. വീണ്ടും അവർ രണ്ടാമത് ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടും ഇപ്പം ഞങ്ങളോട് കാണിക്കുന്നത് കണ്ടോ. ഞങ്ങൾ ഈ പാവങ്ങൾ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങളോട് പറഞ്ഞ വാക്ക് അവരല്ലേ പാലിക്കാത്തത്? ഞങ്ങളെ പാട്ട പറക്കുകളെന്ന് വരെ പൊളിച്ചു. ഞങ്ങൾ പാട്ട പിരിവ് നടത്തുന്നു, പാട്ട പറക്കുകളാണെന്ന്. ഞങ്ങളൊരു സ്ത്രീയാണ്. അവരുടെ എല്ലാവരുടെ ഈ നേതാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട്. ഈ പാവപ്പെട്ട ഒന്നിനൊന്നുമില്ലാത്ത 1 രൂപയുടെ വില പോലും ഇല്ലാത്ത ഞങ്ങളാണ്. ഇവിടെ ഇരിക്കുന്നവരാരും പണക്കാരല്ല, കോടീശ്വരന്മാരല്ല, എല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അയൽവക്കത്തിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങിയാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത്. ആ ഗതികേട് വന്ന് 120 രൂപ ഒരു കടയിൽ കൊടുക്കാനുള്ളത് റോഡിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്നെ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കടം വാങ്ങിച്ചാൽ കൊടുക്കാൻ കാശില്ല. ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് കാശില്ല. ആ രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ ആശമാരും അങ്ങനെയാണ്. ഞങ്ങൾ എൻ്റെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അടുത്ത വീട്ടിലാണ് കിടക്കുന്നത്. എൻ്റെ വീട് ജപ്തി ചെയ്തിട്ട് തന്നെ 6 മാസമായി. എവിടെയെങ്കിലും ഒരു പരിപാടി വച്ചാൽ ആദ്യം പാഞ്ഞെത്തുന്ന ആശമാരാണ്. ആശമാർ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ പറയും. ആശമാർ വന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ട. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇത് അടുത്ത പ്രാവശ്യം കയറിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അതിനു മുമ്പേ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ പൈസ ഒന്നും കിട്ടൂല. അതുകൊണ്ട് നമുക്കിതിൽ ഒട്ടും വിശ്വാസമില്ല. മിക്ക ആളുകളും വാടകയ്ക്കും ജപ്തി നോട്ടീസും എല്ലാം ആയി കിടക്കുകയാണ്. അപ്പം പിന്നെ അതിൽ യാതൊക്കെ വിധത്തിൽ നോക്കിയാലും നമുക്കത് കിട്ടാനുള്ള ഒരു വഴിയുമില്ല. ഈ 1000 രൂപയായിരുന്നാലും ഈ 2000 രൂപ പെൻഷൻ ആക്കിയെങ്കിലും ഇത് ഇലക്ഷന് വേണ്ടി അവർ മുൻകൂട്ടി മുമ്പേ എടുത്ത് ഒരു കാര്യം ഇട്ടതാണ്. അപ്പം അപ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും മണ്ടന്മാർ, പെണ്ണുങ്ങൾ പൊതുവെ സ്ത്രീകളെല്ലാം മണ്ടന്മാരാണ്. അപ്പം പെൻഷൻ കൊടുക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാം അങ്ങ് വോട്ട് അവർക്ക് കൊടുക്കും. പൈസ ആളുകളല്ലേ കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ ബുദ്ധിയില്ലാതെ പാവപ്പെട്ടവർ നിവർത്തിയില്ലാതെ കിടക്കുന്ന ഈ പെൻഷൻ ആദ്യം കൊടുക്കുമ്പോൾ ബാക്കി ഞങ്ങൾക്കും ആനുകൂല്യം മറ്റെല്ലാം കിട്ടുമെന്നും പറയും. ഈ ഇലക്ഷൻ എത്രയും ആ വോട്ട് അത്രയും അവർക്ക് പോകും. അതിനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ഇന്നലെ എടുത്തേക്കുന്നത്. വെറും ഒരാഴ്ച കൊണ്ട് അവസാനിക്കും എന്നുള്ള കണക്കൂട്ടലിലൂടെയാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വന്നത്. ഞങ്ങളെടുത്തിരിക്കുന്ന ഞങ്ങളുടെ തീരുമാനങ്ങൾ അതിജീവനത്തിനായിട്ടുള്ള ഞങ്ങളുടെ മുറവിളിയാണ്. ഈ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, നമ്മുടെ ചോരയും നീരയും നമ്മൾ സമൂഹത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം മാത്രം. അത് കൂടുതലായിട്ടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഈ സർക്കാർ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും എല്ലാവർക്കും വാരി കോരി കൊടുത്തു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ഇതിൽ ഇവർക്ക് ഭയമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ ഞങ്ങളുടെ കണ്ണി മഷിയിടാൻ വേണ്ടിയിട്ട് 1000 രൂപ ഞങ്ങൾക്ക് കൂട്ടാമെന്നുള്ളൊരു തീരുമാനം തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അർഹതപ്പെട്ടൊരു അവകാശം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വരുമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ സമരം മുന്നോട്ട് തന്നെ തുടരാനാണ് തീരുമാനം. ഈ 1000 രൂപ കൂട്ടിയെന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു നേട്ടമാണ്.
നമുക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങൾ നേടിയെടുത്ത ഒരു നേട്ടമാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഞങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനം ഞങ്ങൾക്ക് എന്ന് കിട്ടുന്നോ അന്ന് വരെ ഞങ്ങൾ ഈ സമരം തുടരാൻ തന്നെയുള്ള തീരുമാനത്തിലാണ്.